നമസ്കാരം. തലതിരിഞ്ഞ തെരഞ്ഞെടുപ്പ് ചിന്തകളിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫലത്തിനു വേണ്ടിയാണ്. 5 സ്റ്റാർ ഹോട്ടലിലിരുന്ന് ചേരിയുടെ കഥ എഴുതുന്ന സംവിധായകനെ പോലെയാണ് പലരും മണ്ഡലങ്ങളെ വിശകലനം ചെയ്ത് ഫലം പ്രവചിക്കുന്നത്. കേരളത്തിൽ നടക്കുന്ന പ്രമുഖ ത്രികോണ മത്സരങ്ങളെ നമുക്കൊന്ന് നിർവചിക്കാം. തിരുവനന്തപുരം മണ്ഡലത്തിൽ നടക്കുന്നത് വികസന സങ്കല്പങ്ങൾ തമ്മിലുള്ള മത്സരമാണ്. തൃശ്ശൂരിൽ നടക്കുന്ന ത്രികോണ മത്സരം വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള മത്സരമാണ്. ആലപ്പുഴയിലെ മത്സരം തികച്ചും രാഷ്ട്രീയ മത്സരമാണ്. ആലപ്പുഴയിലെ റിസൾട്ടിനെ പറ്റിയാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. അവസാന ഫലം എന്താണെന്ന് EVM തുറക്കുമ്പോൾ മാത്രമേ നമുക്ക് കൃത്യമായി അറിയാൻ കഴിയൂ. എങ്കിലും ചില യാഥാർത്ഥ്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ശരിക്കും ആലപ്പുഴയിൽ എന്താണ് സംഭവിച്ചത്? നമുക്ക് ആദ്യം 3 പ്രധാന പാർട്ടികളെ പറ്റി ചിന്തിക്കാം. കോൺഗ്രസിൽ 2 തലങ്ങളാണ് പ്രവർത്തകർക്കിടയിലുള്ളത്. നേതാക്കന്മാരും അവരുടെ കൂടെ നിൽക്കുന്നവരും ഒരു ലെയർ. രണ്ടാമത്തെ ലെയർ അനുഭാവികളുടേതാണ്. മറ്റു പാർട്ടികളോടുള്ള വിരോധം കാരണം കോൺഗ്രസിൽ നിൽക്കുന്നവരാണ് അവർ. എപ്പോഴും ചിന്തകൾ മാറ്റാൻ കഴിവുള്ളവരാണ് കോൺഗ്രസിലെ അനുഭാവികൾ. ഇനി CPM പ്രവർത്തകർ. ആദ്യമായി സമീപകാലത്തെ CPM വോട്ടുകളെ പറ്റി നമുക്കൊന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. മുമ്പ് CPM വോട്ടുകൾ ഏകശിലാ രൂപത്തിൽ ഉള്ളതായിരുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പാർട്ടി അംഗങ്ങളും പാർട്ടി പ്രവർത്തകരും ഒരേ മനസ്സോടെ വോട്ട് ചെയ്യുന്നവരായിരുന്നു. ഇപ്പോൾ അമിതമായ മുസ്ലിം പ്രീണനം തിരുക്കൊച്ചി ഭാഗങ്ങളിലും കണ്ണൂരിൻ്റെ ചില ഭാഗങ്ങളിലും ഈ രൂപത്തിന് മാറ്റം വരുത്തിയിട്ടുണ്ട്. പാർട്ടിക്ക് പൂർണ്ണമായും ഉറപ്പുള്ള വോട്ടുകൾ പാർട്ടി മെമ്പർമാരുടെയും പ്രവർത്തകരുടെയും സൈബർ സഖാക്കളുടെയും മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. SDPIയുടെ പ്രകടനം കാണാൻ ഇവർ റോഡിൽ ആവേശപൂർവ്വം ഇറങ്ങി നിൽക്കും. അനുഭാവികളിൽ തന്നെ 2 തരമുണ്ട്. പാർട്ടിയുടെ സഹായത്താൽ ജോലി ലഭിച്ചവർ. അവർ പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യും. മറ്റൊരു വിഭാഗമുണ്ട്. അമ്പലത്തിൽ പോകുന്നവരും അത്യാവശ്യം ഹിന്ദു വിശ്വാസികളുമായ അനുഭാവികളാണിവർ. ഇക്കോട്ടർ ശോഭായാത്ര കാണാൻ റോഡിൽ ഇറങ്ങി നിൽക്കുകയും ആരും കാണില്ല എന്ന് ഉറപ്പ് കിട്ടിയാൽ ശോഭായാത്രയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നവർ. BJPക്ക് 4 ലെയർ സംവിധാനമാണുള്ളത്. ഒന്ന് കേരള BJP എന്ന് കളിയാക്കി വിളിക്കുന്നവരുടെ ഒരു കൂട്ടം. ഇത്തരം BJPക്കാർ അവരുടെ സ്ഥാനത്തെപ്പറ്റി മാത്രം ചിന്തിക്കുന്ന ആളുകളാണ്. ഇപ്പോഴത്തെ പല നേതാക്കളും ഈ കൂട്ടത്തിൽപ്പെടും. ഇവർക്ക് സംസ്ഥാന നേതൃത്വത്തോടാണ് കൂർ. രണ്ടാമത്തെ വിഭാഗം നേതാക്കൾ BJPയെ ഇഷ്ടപ്പെടുന്നവരാണ്. മോദിയുടെ ആരാധകരാണ്. അവർക്ക് സംസ്ഥാന നേതൃത്വത്തോട് വലിയ താല്പര്യമൊന്നുമില്ല. മൂന്നാമതായി BJP ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി ആയതുകൊണ്ട് മോദി ഒരു ലോക നേതാവായതുകൊണ്ടും മോദി കരിസ്മയിൽ വിശ്വസിച്ച് BJPക്ക് വോട്ട് ചെയ്യുന്നവർ. ഇവർ ആരാണെന്ന് നേതാക്കന്മാർക്കറിയില്ല. നാലാമത്തെ ഒരു ലെയർ കൂടിയുണ്ട്. പഴയ BJPക്കാരാണവർ. പ്രത്യേകിച്ച് സ്ഥാനങ്ങളൊന്നും ഇപ്പോൾ ഇല്ലാത്ത ആളുകളാണവർ. പണ്ട് BJPയെ വിജയിപ്പിക്കാൻ നടന്നവർ. ഇന്നും BJPക്കാരാണ്, നാളെയും BJPക്കാരായിരിക്കും എന്ന് പറയുന്നവർ. ആലപ്പുഴയിൽ 3 പാർട്ടികളും അനുവർത്തിച്ച തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. കോൺഗ്രസ്സുകാർ പ്രതീക്ഷിച്ചത് അവരുടെ ശക്തനായ സ്ഥാനാർത്ഥിയായ വേണുഗോപാൽ വലിയ മത്സരമൊന്നും കൂടാതെ തന്നെ ജയിക്കും എന്നായിരുന്നു. ആലപ്പുഴയിൽ പരിചിതനായ സ്ഥാനാർത്ഥി ആയിരുന്നതുകൊണ്ട് ജനങ്ങളുമായി മുമ്പ് ബന്ധമുണ്ടായിരുന്നതുകൊണ്ടും ആലപ്പുഴയ്ക്ക് വേണ്ടി വികസന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ടും വേണുഗോപാൽ തുടക്കത്തിൽ ജയിക്കും എന്നുള്ള ധാരണ വരുത്തുകയും ചെയ്തു. മീഡിയയുടെ ശക്തമായ പിന്തുണയും KC വേണുഗോപാലിനായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച വോട്ടിനേക്കാൾ ഒരു 25,000 വോട്ട് കൂടുതൽ നേടിയാൽ ഇപ്രാവശ്യം സുഖമായി ജയിച്ചു പോകാം എന്നാണ് കോൺഗ്രസ്സുകാർ വിചാരിച്ചിരുന്നത്. മറ്റേത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെക്കാളും ആവേശം ജനിപ്പിക്കാൻ തുടക്കത്തിൽ വേണുഗോപാലിന് കഴിഞ്ഞു. മുമ്പ് ലഭിച്ച വോട്ടുകൾ മാത്രം നിലനിർത്താനുള്ള ശ്രമമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. രണ്ടാമതായി CPM സ്ഥാനാർത്ഥിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഭരണവിരുദ്ധ വികാരവും പെൻഷൻ നൽകാത്തതിലുള്ള എതിർവികാരവും താഴെത്തട്ടിലെ പ്രവർത്തനങ്ങളിൽ CPMന് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. ആരിഫിന് വോട്ട് ചെയ്യേണ്ടത് എന്തിനെന്ന് ജനങ്ങളോട് പറയാൻ പ്രവർത്തകർ ബുദ്ധിമുട്ടി. ആലപ്പുഴയിൽ ഏറ്റവും വലിയ സംഘടനാ സംവിധാനമുള്ള പാർട്ടിയാണ് CPM. മുസ്ലിം ലത്തീൻ വോട്ടുകൾ പിടിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനമായും അവരുടെ യുദ്ധതന്ത്രം. മുസ്ലിം വോട്ടുകൾ വേണുഗോപാലിന് പോകും എന്നുള്ളതുകൊണ്ട് ആ മേഖലയിൽ അവർ കൂടുതൽ പ്രചരണം നടത്തിയിരുന്നു. വേണുഗോപാൽ എന്തായാലും MP ആയതുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് മറ്റൊരു MPയെ നൽകാൻ ആരിഫിന് വോട്ട് ചെയ്യുക എന്നതായിരുന്നു അവിടെയുള്ള പ്രചരണ തന്ത്രം. സ്വന്തം കുത്തക വോട്ടുകളെപ്പറ്റി പ്രചരണത്തിൻ്റെ തുടക്കത്തിൽ ആരിഫിന് വലിയ സംശയങ്ങളില്ലായിരുന്നു. ഹൈവേയുടെ കിഴക്കുള്ള വോട്ടുകളിൽ
ഏത് വോട്ടുകളാണ് നഷ്ടപ്പെടുക എന്നുള്ളത് CPMനെ കുറച്ചധികം ആകുലപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ വീട്ടിലും ഓരോ അംഗവും ഓരോ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും എന്നുള്ള നില ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. അത് ഏറ്റവും കൂടുതൽ വലച്ചത് CPMനെ തന്നെയാണ്. BJP വോട്ട് സമ്പാദന യന്ത്രം എന്ന നാമവിശേഷണമുള്ള ശോഭാ സുരേന്ദ്രൻ വന്നത് BJP അണികളെ കാര്യമായി ഉണർത്തിയിരുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളുടെ ഉപഭോക്താക്കളെ ടാർഗറ്റ് ചെയ്യുക എന്ന തന്ത്രമായിരുന്നു തുടക്കത്തിൽ ശോഭ നടപ്പിലാക്കിയത്. ഈഴവ നായർ വോട്ടുകൾ കടന്നു കയറാൻ കഴിയും എന്ന് തോന്നി തുടങ്ങിയപ്പോൾ ഹൈവേക്ക് കിഴക്ക് വലിയ മുന്നേറ്റം വരുത്തുവാൻ ശോഭയ്ക്ക് കഴിഞ്ഞു. ഹിന്ദു തീവ്ര വോട്ടുകളിലും ലത്തീൻ വോട്ടുകളിലും കടന്നു കയറാനും ശോഭയുടെ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. മോദി പ്രഭാവം BJPക്ക് വലിയൊരു അനുകൂല ഘടകമായി മാറി. ഇത്രയും പറഞ്ഞത് പോസിറ്റീവ് കാര്യങ്ങളെ പറ്റിയാണ്. സ്ഥാനാർത്ഥികൾക്ക് പറ്റിയ ചില പിഴവ് കൂടി നമുക്ക് നോക്കാം. ആദ്യം KC വേണുഗോപാൽ. അമിതമായ ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. മുമ്പ് തനിക്ക് വോട്ട് തന്നിരുന്നവർ മുഴുവൻ അതേപോലെ വോട്ട് ചെയ്യും എന്ന് അദ്ദേഹം വിശ്വസിച്ചു. കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ടർമാരായ നായർ സമുദായവും ലത്തീൻ സമുദായവും മറ്റ് ക്രിസ്ത്യൻ വിഭാഗങ്ങളിലും ഉണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. മുസ്ലിം കമ്മ്യൂണിറ്റി ഒന്നടങ്കം തനിക്ക് വോട്ട് ചെയ്യും എന്ന് അദ്ദേഹം ധരിച്ചിരുന്നു. SDPIയുടെ പ്രവർത്തനം തനിക്ക് അനുകൂലമാകും എന്നും അദ്ദേഹം കരുതിയിരുന്നു. മുകളിൽ പറഞ്ഞ വിഭാഗങ്ങളിൽപ്പെടുന്ന വോട്ടർമാരിൽ വന്ന മാറ്റങ്ങൾ അദ്ദേഹമോ പ്രവർത്തകരോ കാര്യമായി ശ്രദ്ധിച്ചില്ല. ബൂത്ത് ലെവലിൽ ചിട്ടയായ പ്രവർത്തനം നടത്താൻ UDFന് കഴിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ UDFൻ്റെ എല്ലാ വോട്ടുകളും EVM മെഷീൻ്റെ മുമ്പിൽ എത്തിക്കാൻ പ്രവർത്തകർക്ക് കഴിഞ്ഞതുമില്ല. ഭരണവിരുദ്ധ വികാരം പൂർണ്ണമായും തനിക്കാകും എന്ന് പഴയ അനുഭവം വച്ച് വേണുഗോപാൽ ചിന്തിച്ചതായാണ് നമുക്ക് മനസ്സിലാവുക. ഇനി AM ആരിഫ്. ഏറ്റവും പ്രധാനമായി വന്നത് ഭരണവിരുദ്ധ വികാരത്തെ അവഗണിച്ചതാണ്. എന്തു വന്നാലും തൻ്റെ പരമ്പരാഗത വോട്ടുകൾ തനിക്ക് തന്നെ ലഭിക്കും എന്ന് ആരിഫ് ഉറച്ചു വിശ്വസിച്ചിരുന്നു. മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ടുകൾ തനിക്ക് തന്നെ എന്നും അദ്ദേഹം ചിന്തിച്ചു. ഹൈവേക്ക് പടിഞ്ഞാറുള്ള വോട്ടുകൾ മുഴുവൻ തനിക്ക് ലഭിക്കും എന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. CPMന് ലഭിച്ചുകൊണ്ടിരുന്ന നായർ ഈഴവ വിഭാഗങ്ങളിലെ വോട്ടുകൾ കൈവിട്ടു പോകുന്നത് അദ്ദേഹം അവസാന സമയങ്ങളിൽ മാത്രമാണ് മനസ്സിലാക്കിയത്. പാർട്ടിയിലെ ഗ്രൂപ്പ് കളി കുറേയധികം വോട്ടുകൾ അദ്ദേഹത്തിന് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ. BJPയുടെ ഏറ്റവും മികച്ച പ്രകടനം ഈ തെരഞ്ഞെടുപ്പിലായിരിക്കും ആലപ്പുഴയിലുണ്ടാകുക. എങ്കിലും ജയിച്ചു വരുവാൻ അനുകൂലമായ ചില സാഹചര്യങ്ങൾ ഉപയോഗിക്കാൻ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞിട്ടില്ല. സംഘടനയിലെ നേതാക്കന്മാർക്ക് പ്രസംഗിക്കാനും ചർച്ചകളിൽ പങ്കെടുക്കാനും കഴിവുള്ളവരായിരുന്നു. എങ്കിലും താഴത്തെ നിലയിലുള്ള പ്രവർത്തനം കോർഡിനേറ്റ് ചെയ്യുന്നതിൽ അവർ പരാജയപ്പെട്ടിരുന്നു. തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനും തങ്ങൾക്ക് അനുകൂലമായി അതിനെ മാറ്റിയെടുക്കാനും BJP നേതൃത്വത്തിന് കഴിയാതെ പോയിട്ടുണ്ട്. ജയിക്കാനായി മത്സരിക്കുന്ന രീതി BJPയിലില്ലല്ലോ. ആദ്യമായി അങ്ങനെയൊരു സാഹചര്യം രൂപപ്പെട്ടപ്പോൾ അത് മുതലെടുക്കാൻ സംഘടനാ സംവിധാനത്തിന് കഴിയാതെ പോയിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ ഉപയോഗിക്കാതെ പോയ ചില മുദ്രാവാക്യങ്ങൾ കൂടി എടുത്തു പറയേണ്ടതാണ്. BJPക്ക് ഒരു രീതിയിലും ലഭിക്കുകയില്ലാത്ത വോട്ടർ കാറ്റഗറിയാണ് മുസ്ലിം വിഭാഗം. മുസ്ലിം വോട്ടുകളെ സംബന്ധിച്ച് 4 സാഹചര്യങ്ങളുണ്ട്. 1. മുസ്ലിം വോട്ടുകൾ ഒന്നായി KCക്ക് പോവുക. 2. മുസ്ലിം വോട്ടുകൾ ആരിഫിന് മാത്രമായി പോവുക. 3ാമത്തെ സാഹചര്യം മുസ്ലിം വോട്ടുകൾ 2ആയി വിഭജിച്ച് 2 സ്ഥാനാർത്ഥികൾക്കായി പോകുന്നത്. 4. മുസ്ലിം വോട്ടുകളിൽ 5 മുതൽ 10% വരെ ശോഭാ സുരേന്ദ്രന് പോവുക. ഇതിലെ ആദ്യ 3 സാഹചര്യങ്ങളും സംഭവ്യമായിരുന്നു. ആ വിഭാഗത്തിലെ വോട്ടുകൾ കൃത്യമായി വിഭജിച്ചു പോയാൽ ശോഭാ സുരേന്ദ്രന് മുന്നിലേക്ക് വരാൻ സാധ്യതയുണ്ട്. BJP ഉപയോഗിക്കാതെ പോയ മുദ്രാവാക്യങ്ങൾ ഇവയാണ്. മുസ്ലിം വീടുകളിൽ BJP ചെയ്യേണ്ടിയിരുന്ന ഏറ്റവും വലിയ പ്രചരണ തന്ത്രം സാധാരണ മുസ്ലിങ്ങളെയും SDPIക്കാരെയും തമ്മിൽ വ്യക്തമായി വിഭജിക്കുക എന്നുള്ളതായിരുന്നു. RSSൻ്റെ രാജ്യസ്നേഹം എന്ന ആശയം പ്രവൃത്തിയിൽ കൊണ്ടുവന്നാൽ മതിയായിരുന്നു BJPക്ക്. ഇന്ത്യയെ സ്നേഹിക്കുന്നവരുടെ വോട്ട് മാത്രം എനിക്ക് മതി എന്നുള്ള ഒരു പ്രസ്താവന സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്ന് ശക്തമായി ഉണ്ടാകേണ്ടിയിരുന്നു. ഇത് SDPI വോട്ടുകൾ നഷ്ടപ്പെടുത്തുമെങ്കിലും സാധാരണ തീവ്രവാദികളല്ലാത്ത മുസ്ലിം ജനവിഭാഗങ്ങളിൽ നിന്ന് BJPക്ക് അനുകൂലമായ ഒരു ചിന്തയുണ്ടാകാൻ കാരണമാവുകയും ചെയ്യുമായിരുന്നു. SDPIയെ ഒറ്റപ്പെടുത്തുക എന്നുള്ള ഒരാശയം BJP താഴത്തെ തട്ടിൽ ഫലപ്രദമായി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ കൂടുതൽ വോട്ടുകൾ BJPക്ക് ലഭിക്കുമായിരുന്നു. അവലും മലരും കുന്തിരിക്കവും ഹിന്ദു ക്രിസ്ത്യൻ വീടുകളിൽ ശക്തമായി ഓർമ്മപ്പെടുത്തിയിരുന്നുവെങ്കിൽ അതിൻ്റെ യഥാർത്ഥ പ്രായോജകർ BJP സ്ഥാനാർത്ഥിയായ ശോഭ മാറുമായിരുന്നു. അത് പൂർണ്ണമായി സംഭവിച്ചിട്ടുണ്ടോ എന്ന സംശയമുണ്ട്.
അവലും മലരും കുന്തിരിക്കവും മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ആളുകൾ BJPക്ക് തന്നെയായിരിക്കും വോട്ട് ചെയ്തിരിക്കുക. ഇത് ശക്തമായ ഒരു ട്രെൻഡ് ആണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ 3.5 ലക്ഷത്തിലധികം വോട്ടുകൾ നേടാൻ സാധ്യതയുണ്ട്. വാൽകഷ്ണം. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രനും ഏകദേശം 3.25 ലക്ഷം വോട്ടുകൾ പിടിക്കും എന്ന് വ്യക്തിപരമായി എനിക്ക് തോന്നിയിരുന്നു. അവസാന വോട്ടിംഗ് നില കൃത്യമായി പറയാൻ കഴിയാത്തതിന് ഒരു കാരണം കൂടിയുണ്ട്. കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാതെ പോയ ഒരു മണ്ഡലമുണ്ട് ആലപ്പുഴ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ. ഹരിപ്പാടാണത്. ചെറിയ മാർജിനിൽ സ്ഥാനാർത്ഥികൾ ജയിക്കുമ്പോൾ ഒരു നിയോജക മണ്ഡലത്തിലെ വോട്ടുകൾ നിർണായകമാകും. കഴിഞ്ഞ വർഷം ആരിഫിനെ ജയിപ്പിച്ചത് കായംകുളവും ചേർത്തലയും മാത്രമായിരുന്നു. ഹരിപ്പാട്ടെ വോട്ടിംഗ് ട്രെൻഡ് അറിയാനായി സമീപിച്ചത് ഒരു കോൺഗ്രസ്സുകാരനെയാണ്. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി വളരെ രസകരമായിരുന്നു. ഹരിപ്പാട് മത്സരം പയ്യന്നൂർ നായരും ചെന്നിത്തല നായരും തമ്മിലായിരുന്നെന്നും ചെന്നിത്തല നായർ എത്ര വോട്ട് ചവിട്ടിപ്പിടിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് എന്നാണ് ആ നേതാവ് എന്നോട് പറഞ്ഞത്.